ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ബിരിയാണിയുടെ സൈഡ് ഡിഷായിട്ടും അതുപോലെ ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എണ്ണക്കത്തിരിക്ക ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ പാനിലോട്ട് ശകല എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1-1.5 ടേബിൾ സ്പൂൺ. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അത് അത്യാവശ്യം വലിപ്പമുള്ള 10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതാദ്യമേ നല്ലതായിട്ടൊന്ന് വഴറ്റാം. ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറണം. ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആണ്. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഉള്ളി ആയിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത്രയും മതി. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അതുപോലെ 4 കാഷ്നട്ട്, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്. ഇതെല്ലാം കൂടെ ആദ്യമേ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. പിന്നെ 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. അപ്പോൾ ഇത് പകുതി ഒന്നായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കണം. അത് 1/4 കപ്പ് തേങ്ങ. ഇതും കൂടെ ചേർത്ത് വഴറ്റാം. അപ്പോൾ ഈ തേങ്ങയുടെ നിറമൊന്നും ഒരുപാട് മാറുമൊന്നും വേണ്ട. ചെറിയൊരു മഞ്ഞ നിറമൊക്കെ ആകുമല്ലോ, അത്രയും നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ബ്രൗൺ കളറൊന്നും ആകരുത്. ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങയുടെ നിറമൊന്നും അങ്ങനെ മാറിയിട്ടില്ല. ഞാനൊരു 3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തായിരുന്നു. നിങ്ങൾ നോക്കണം, തേങ്ങയുടെ നിറം അങ്ങനെ മാറുകയും ചെയ്യരുത്. അത് ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആകാൻ തുടങ്ങുമല്ലോ, അത്രയൊന്നും ആവരുത്. അപ്പോൾ ഇതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇതാറി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ നരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 5 കത്തിരിക്ക എടുത്തിട്ടുണ്ട്. അതായത് ഈ ടൈപ്പ് വഴുതനങ്ങ. തമിഴ്നാട്ടിൽ എല്ലാത്തിനും കത്തിരിക്ക എന്നാണ് പറയുന്നത്, നമ്മൾ വഴുതനങ്ങ എന്ന് പറയുന്നതിന് പകരം. അപ്പോൾ ഇതുപോലെ വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് ഇതുപോലെ 4ആയിട്ടൊന്ന് കീറി കൊടുക്കണം അല്ലേ, കട്ട് ചെയ്ത് പോകാത്ത വിധം. ഇതിൽ പുഴുവോ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ചെവിട് ഭാഗം ഇതുപോലെ ഇരിക്കണം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം ചെയ്ത് വെച്ചേക്കുമോ. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോഴേ ഇതിൻ്റെ കാരമൊക്കെ പോയി കിട്ടും. വെള്ളത്തിൽ നിന്ന് കഴുകി എടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കണം. ഇതിപ്പം 350 ഗ്രാം കത്തിരിക്കയുണ്ട്. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനെടുക്കുമ്പോഴേ നല്ലെണ്ണ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിന് മെയിനായിട്ട് നല്ലെണ്ണ യൂസ് ചെയ്യാറ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഈ കത്തിരിക്ക എടുക്കുമ്പോൾ പിഞ്ച് കത്തിരിക്ക എടുക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. ഇതൊന്ന് നല്ലതായിട്ട് വാട്ടിയെടുക്കണം. ഇത് 1/4 ഭാഗമെങ്കിലും ഇത് വേവണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിലാണ് വാട്ടിയെടുക്കുന്നത്, അതനുസരിച്ചുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിങ്ങനെ തിരിച്ച് എല്ലായിടും ഒരുപോലെ ഒന്ന് ആക്കിയെടുക്കണം. ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ ആ കത്തിരിക്ക ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് കുറച്ച് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. ഒരുപാടില്ല, ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഈ കുരുമുളകൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കണം. വലിയൊരു സവാള കുറച്ച് പൊടിയായിട്ട് അരിയണം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സവാളയൊക്കെ ഒരു ഗോൾഡൻ കളറാകണം. അപ്പോൾ ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുക്കാമെങ്കിലും നല്ലതാണ്. ഇപ്പോൾ ഉള്ളിയൊക്കെ കുറച്ചൊരു ഗോൾഡൻ കളറാകാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം. അത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും. ആ ഒരളവിലാണ് ഞാൻ എടുത്തേക്കുന്നത്. വെളുത്തുള്ളി കൂടും. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നല്ലതായിട്ട് വഴറ്റാം. ഉള്ളിയുടെ നിറം കുറച്ചും കൂടെ ഒക്കെ ഒന്ന് മാറണം. ഇപ്പോൾ ഇതൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം. മീഡിയം സൈസിലെ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. കുറച്ചൊന്ന് വഴറ്റാം. ഇപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കശ്മീരി മുളക് പൊടിയും നോർമൽ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത്, അതായത് 2 നുള്ളു മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട, ഇതിൻ്റെ കളറ് മാറും. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റാം.
ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കുറച്ച് വെള്ളത്തിൽ കഴുകി അതും കൊണ്ട് ഒഴിക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ. ഒരു കത്തിരിക്കയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിൽ ലെമണിൻ്റെ സൈസിൽ പുളി എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞതേത്. അപ്പോൾ ഇതിന് പുളി ശകലം ഒന്ന് മുന്നിട്ട് നിൽക്കണം, ഒരുപാടല്ല, കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ മിക്സിയുടെ ജാറ് കുറച്ച് വെള്ളത്തിൽ കഴുകി അതും ഒഴിച്ചായിരുന്നു. ഏകദേശം 1/2 കപ്പ് കൂടുതൽ മിക്സിയുടെ ജാറ് ഞാൻ കഴുകി ഒഴിച്ചായിരുന്നു. ഒരുപാടങ്ങ് വെള്ളം ഇതിന് ഒഴിക്കണ്ട. പുളി നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഈ കത്തിരിക്കയൊക്കെ ഒന്നും കൂടെ വെന്ത് മസാലയൊക്കെ അതിൽ പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. ആ ഒരു രീതിയിൽ വേണം എടുക്കാൻ. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ ശകലം ശർക്കര, 1/2 ടീസ്പൂണൊക്കെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ശകലം കൂടെയൊക്കെ ഒന്ന് എണ്ണ പിരിഞ്ഞ് വരണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതുപോലെ നല്ലതായിട്ട് എണ്ണയൊക്കെ ഒന്ന് പിരിഞ്ഞ് വരണം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂട്ടത്തിലും അതുപോലെ ബിരിയാണിയുടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ചെയ്ത്. പിന്നെ ദോശയ്ക്ക് കഴിക്കാം, ചപ്പാത്തിക്കും കഴിക്കാം. അപ്പോൾ നാട്ടിലിങ്ങനെ ബിരിയാണിയുടെ കൂട്ടത്തിൽ ഇതുപോലെ വഴുതനങ്ങ സൈഡ് ഡിഷ് കഴിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ബിരിയാണിക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.